ഒരു കിടിലൻ ഗെയിമാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. നിങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏൺ ചെയ്യും. ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം ഒരു ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മൊബൈൽ മേടിക്കാനുള്ള പൈസ 2 ദിവസം ഗെയിം കളിച്ചുണ്ടാക്കിയതാ. സുബൈറിന് കൊടുത്ത 2000 രൂപ ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്. എന്റെ ലിങ്ക് കയറുക, നേരെ ഞാൻ സ്മാളിൽ ഒരു 2000 രൂപ പ്രൊഡക്റ്റ് ചെയ്തു. ആ പൈസ എനിക്ക് അപ്പൊ തന്നെ. ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മളെ മെയിൻ ആസ് യു ഹാവ് സീൻ ദ തംബ്നെയിൽ നമ്മൾ പറയുന്ന പോലെ വാട്ട് ഇൻഫ്ലുവൻസേഴ്സ് ഡോണ്ട് ടെൽ യു എന്നാ. നമ്മൾ കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇപ്പൊ കൂടുതൽ. നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിൽ നോക്കുകയാണെങ്കിലും കുറെ ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അവര് പല കാര്യങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് മെയിൻ എങ്ങനെയാണ് ഈ പ്രൊമോഷൻ ഒക്കെ നടക്കുന്നത് അതിനെ കുറിച്ച് നമ്മൾ മെയിൻ ഡാർക്ക് സൈഡിനെ പറ്റി. ഡാർക്ക് സൈഡ് അതാണ് ലൈക്ക് നമ്മളെല്ലാവരും കാണുന്നുണ്ട് അവര് വീഡിയോ ചെയ്യുന്നതും അവര് പറയുന്നതും. പക്ഷെ അതിന്റെ ബാക്കിൽ എന്തൊക്കെ നടക്കുന്നത് അതിനെ കുറിച്ചാണ് നമ്മൾ മെയിൻ സംസാരം പറയാൻ പോകുന്നത്. അപ്പൊ മെയിൻ സംഭവിച്ചാൽ ഈ ബ്രാൻഡുകളൊക്കെ നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കും. നല്ലൊരു എമൗണ്ട് കൊടുക്കും എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കണക്കാട്ടും അപ്പുറമായിരിക്കും അവരെ എമൗണ്ട് പറയുന്നുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, പൈസ കിട്ടുന്നവരല്ലേ എന്തും പറയാം. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഷാറൂഖ് ഖാൻ പോലും മറ്റേ പാൻ മസാലന്റെ വിമൽ എന്ന് പറഞ്ഞ പാൻ മസാലന്റെ പരിചയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡെയിലി ഈ പാൻ മസാല അടിച്ച് നടക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത്ര ഉള്ളൂ. മറ്റൊരു ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഞാൻ ആഡ് കണ്ടപ്പോ ഞാൻ വിളിച്ചു എന്തെങ്കിലും ക്ലോത്ത് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫ്യൂമാന്ന് വിചാരിച്ചേ. പിന്നെ നോക്കുമ്പോ കയ്യിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വായിലൊക്കെ ഇടേണ്ട ആള്. എന്താ പറയാ, അപ്പൊ അതാണ് അവസ്ഥ. എന്ന് വെച്ചാ അത്രയും നല്ലൊരു ആക്ടർ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്കാമാണ്. ഇൻഫ്ലുവൻസർ അതൊക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കോ മൂപ്പര ചെയ്യുന്നുണ്ട് വെച്ചിട്ട് ആൾക്കാർ, പക്ഷെ അങ്ങ് ആ ഒരു ഏരിയയിലോട്ട് നോർത്ത് സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് ആൾക്കാരെ യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്. ഇപ്പോ ആക്ടേഴ്സിന്റെ ആയാലും പോട്ടെ, ഫിറ്റ്നസ് ഇപ്പൊ നമ്മള് പറഞ്ഞു, സ്കിൻ കെയറിന് ഒടുക്കത്തെ ഇതാ. സ്കിൻ കെയർ പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോ അടുത്ത പ്രൊഡക്റ്റ്, പിമ്പിളിന് ഒരു പ്രൊഡക്റ്റ്, പിന്നെ സെറം, വാഷ്. അതിൽ വേറെ സ്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവര് തീരെ ലൈറ്റ് ഇല്ലാത്ത ഒരു ഏരിയയിൽ പോയിട്ട് ഫോട്ടോ എടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഭയങ്കര ഇത്ര ഇരുണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇത്ര ഡാർക്ക് ആണ് സ്കിന്ന്, എന്നിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യും, ഇതേപോലെ നല്ല ലൈറ്റിംഗ് ഒക്കെ എടുത്തിട്ട് മിററിൽ ഇതേപോലെ വീഡിയോ എടുക്കും. എന്നിട്ട് പറയും എന്റെ സ്കിൻ ഇത്ര ടോണായി, ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അത് ഇഷ്ടംപോലെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഗ്ലൂട്ടാത്താൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഗ്ലൂട്ടാത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കിൻ കളർ കൂട്ടാൻ വെളുപ്പിക്കാനായിട്ടുള്ള സംഭവമാണ്. അത് ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറെ ആൾക്കാർ ആ ബ്രാൻഡ് ഞാൻ ഉപയോഗിച്ചു. അതൊരു ഇങ്ങനെ ഗമ്മീസ് ഉണ്ട്, ഗമ്മീസ് അല്ല, ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ കുടിക്കാൻ നമുക്ക്. ആ സാധനം കുടിച്ചിട്ട് എന്ത് ചെയ്യാ, ഒരാഴ്ച കൊണ്ട് ഞാൻ വെളുത്തു, ഇത്ര കളർ ചേഞ്ച് ഉണ്ടായി. അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാ. അപ്പൊ അതിനെ പറ്റി കുറെ ആൾ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്ര പൈസ കിട്ടുവരെയെന്ന്, ഇത്ര ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കളർ മാറി സെറ്റ് ആയി പൊക്കിയിട്ടുണ്ട്. കുറെ ആൾക്കാരെ പൊക്കിയിട്ടുണ്ട്. അതേപോലെ പൊക്കിയൊരു സംഭവമാണ് നമ്മളെ ഈ റമ്മി, അതുപോലെ ലൂഡോ കളിച്ചിട്ടുള്ള ഗെയിമാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണ. ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾക്ക് അറിയണ്ടാവും, ഞാൻ ലൂഡോ കളിച്ചിട്ടാണ് ഈ ഫ്ലാറ്റ് വാങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ ഈ ലൂഡോ കളിച്ചിട്ടാണ് ഗെയിം കളിച്ചിട്ടാണ് ഇത്. കാരണം അത്രയും എമൗണ്ട് ഈ ഇൻഫ്ലുവൻസർക്ക് ആൾക്കാര് എന്താ പറയാ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. വെച്ചാൽ ഇപ്പൊ ലക്ഷങ്ങൾ, എനിക്ക് 2 ലക്ഷം തരാം, ഈ ജസ്റ്റ് പറയും ഈ ലൂഡോ കളിച്ചിട്ട് ഞാൻ 10 സെക്കൻഡ് വീഡിയോ ജസ്റ്റ് ഇങ്ങനെ പറയാം, എനിക്ക് 2 ലക്ഷം റുപ്യ തരാം. ഈ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒരു വീഡിയോയിൽ പറയാ ഞാൻ ഈ ലൂഡോ കളിച്ചിട്ട് എനിക്ക് ഫ്ലാറ്റ് കിട്ടി, ജസ്റ്റ് പറഞ്ഞാൽ മതി. ജസ്റ്റ് 10 സെക്കൻഡ് പറഞ്ഞാൽ മതി, 2 ലക്ഷം റുപ്യ തരാം. എന്താ പറയാ, ആൾക്കാരെന്താ ചെറിയ കേൾക്കുമ്പോ അത് വാക്കല്ലേ. പക്ഷെ ഇതൊക്കെ എത്ര ആൾക്കാർ ഇത് സ്കാം ഈവൻ ഈ റമ്മി, അതേപോലെ ഇഷ്ടം ആൾക്കാർ, ഇതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർ, പാവപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. ഒന്നും ജീവിച്ചു പോകാനായിട്ട് വകുപ്പില്ലാത്ത ആൾക്കാർ വരെ കടം മേടിച്ച് പൈസ ഇട്ട് കഴിഞ്ഞാൽ പൈസ പോയി, പിന്നെ മൂണ്ടയിലിടും. അവരൊരു ലഹരി പോലെ നമ്മള് അവര് ഇത്ര എമൗണ്ട് ഇട്ട് കഴിഞ്ഞാല് ചിലപ്പോ ഫസ്റ്റ് ടൈമിൽ അത് വേണമെങ്കിൽ ക്ലിക്ക് ആവാൻ ചാൻസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മള് എത്ര ആണെങ്കിലും നമ്മൾ എത്ര എമൗണ്ട് കിട്ടി നമുക്ക് വീണ്ടും ഇടാം, ഫുൾ എമൗണ്ട് ഇടും, വീണ്ടും സ്കാമില് ഇടപെടും. അത് ഭയങ്കര ഒരു പ്രശ്നമുള്ള സ്കാമാണ്. മെയിനായിട്ട് നമ്മളെ ഈഗിൾ ഗെയിമിംഗ് ഉണ്ട്, ഗെയിമേഴ്സിന് അറിയുന്ന സംഭവം ഈഗിൾ ഗെയിമിംഗ്. മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, മൂപ്പർക്ക് ഇത്ര സ്ട്രീം ചെയ്താലും എത്രയായാലും അതിനേക്കാളും വർക്ക് ചെയ്യാണ്ടിരുന്നിട്ട് അത്രയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആഡ് വന്നിട്ടുണ്ട് ഈ റമ്മി ബെറ്റിംഗ് ആപ്സ്. എത്രയോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, 45 ലക്ഷമോ. അതായത് ഒറ്റ ഒരു വീഡിയോ ഞാൻ കളിച്ച് ഞാൻ ഏൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവര് ഇത്ര പൈസ തരാ പറഞ്ഞു. അത് 45 ലക്ഷം പറയുമ്പോ നമ്മളെന്ത് ചെയ്യാ, അത്രേ ഉള്ളൂ. മൂപ്പര് അത്ര അടിപൊളി ആയതുകൊണ്ട് ബാക്കി ആൾക്കാർ നശിച്ചു പോകണ്ട വിചാരിച്ചിട്ടും ഹനാൻഷ പറഞ്ഞിട്ടുണ്ട്. ഹനാൻഷന്റെ ഇതുപോലെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് കുറെ പ്രൊമോഷൻ വരുന്നുണ്ട്.
മൂപ്പർക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടണേക്കാളും റവന്യൂ കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ട് ഇതില്. പക്ഷെ അത് ചെയ്യണില്ല. അത് ആളെ നന്മയാട്ടോ അത്. ഒരിക്കലും നമ്മള് ഇൻഫ്ലുവൻസർ നല്ലതെന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഡയറക്ഷനിൽ കൊടുക്കുക. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ബാക്കിയുള്ള ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളതാണ് അവരെ മെയിൻ ജോലി. ആഡ് ഉണ്ട്, അവരെന്നെ പൈസ പൊട്ടിച്ച് ആഡ് ഇറക്കും ഇങ്ങനെ. കാരണം അത് അത്രയും ആൾക്ക് പൈസ കിട്ടുന്നുണ്ട്, അതാണ് അത്ര ആഡ് ഇറക്കണത്. ഈ ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് ഈ ബെറ്റിംഗ് ആപ്സിലൊക്കെ. ഇതേപോലെ 1000, 2000, ലക്ഷങ്ങളൊക്കെ ഇടുന്ന ആൾക്കാർ പറ്റിക്ക്. ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ അവരെന്നെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ട് ഒരു ഡമ്മി അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കും. അവരെന്നിട്ട് പറയും ഇത്ര എമൗണ്ട് ആദ്യം കിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കളിച്ചിട്ട് ഇത്ര എമൗണ്ട് ആയെന്ന് ആ അക്കൗണ്ടിൽ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരാം, നിങ്ങൾ കാണിച്ചാൽ മതി വെറുതെ. അപ്പൊ എന്ത് വിചാരിക്കോ, ഇത്ര നല്ലൊരു ആള് കളിച്ച് ഗെയിം പൈസ ഉണ്ടാക്കി, പ്രൂഫ് അല്ലേ. അപ്പൊ അത് ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാർക്ക്. അതന്നെ പാവപ്പെട്ട പിള്ളേരെ എങ്ങനെ സൂയിസൈഡ് ചെയ്ത് പോകണം, ഭയങ്കര വിഷമമാണ്. അതാണ് നമ്മളെ മെയിൻ ഈ ഒരു ഡാർക്ക് സൈഡ് ഓഫ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ഫിറ്റ്നസ് റിലേറ്റഡ് ഇൻഫ്ലുവൻസിലേക്ക് വരാം. അപ്പൊ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസിൽ എനിക്ക് പറയാനുള്ള വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്നത്, നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുന്നത് മെയിനായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, നല്ല ഓവർ ട്രെയിൻ ചെയ്യുന്നതും നല്ല ഹെവി ലിഫ്റ്റ് ചെയ്യുന്നിട്ട് അപ് ടു ഫീലർ. ഈവൻ നമ്മളെ ലൈക്ക് എന്താ പറയാ, നാട്ടിലെ ആൾക്കാരാണെങ്കിൽ തന്നെ ആൾക്കാർ മെയിനായിട്ട് ഇടുന്നത് എന്താ, നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നതാണ്. ഞാൻ ഒരിക്കലും അവർ കുറ്റം പറയില്ല, എക്സസൈസ് ചെയ്യുന്നതാണ് അവർ കാണുന്നുള്ളൂ. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ആൾക്കാർ കാണാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വീക്കിലി ഒരു 4-5 ടൈംസ് അല്ലെങ്കിൽ 4 ടൈംസ് വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 2-3 ടൈംസ് അവര് റെസ്റ്റ് എടുക്കുന്ന വീഡിയോ ആരും കാണുന്നില്ല. അപ്പൊ നമ്മള് മെജോറിറ്റി ആൾക്കാർ ഞാൻ 6 ഡേയ്സ് അല്ലെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ഞാൻ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്, എനിക്ക് നല്ല മസിൽ വേണം, അങ്ങനെയൊക്കെയാണ്. നമ്മൾ ജിമ്മിൽ പോകുന്ന ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് റെസ്റ്റ് എടുക്കാൻ. അത് പോകുന്ന ഒരാൾക്ക് മനസ്സിലാവും, നമ്മൾ റെസ്റ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് റെസ്റ്റ് എടുക്കുന്ന അന്ന് ഭയങ്കര മൈൻഡ് ഭയങ്കര ഓഫ് ആയിരിക്കും, നമ്മള് എന്താ ചെയ്യാ, അങ്ങോട്ട് നോക്കിയിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും, മാക്സിമം എല്ലാ ദിവസവും പോകും. പക്ഷെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. റിക്കവറി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇല്ല, റിക്കവറിനെ കുറിച്ച് ആരും പറയുന്നില്ല, ഭയങ്കര ഇമ്പോർട്ടന്റ്. വേറെ ഒറ്റൊരു കാര്യം ഞാൻ പറയാം, കുറെ ആൾക്കാർ പറഞ്ഞ സംഭവമാണ്, മസിൽസ് ആർ നോട്ട് ബിൽഡ് അറ്റ് ജിം, ഇറ്റ്സ് ബിൽഡ് അറ്റ് ഹോം എന്നാ പറയാ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ജിമ്മിൽ പോയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ മസിൽസ് എന്താവുന്നുണ്ട്, അവിടെ ചെറിയ ചെറിയ ടിയേഴ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ആ ടിയേഴ്സിന്റെ റിക്കവറിയിലാണ് ആ മസിൽ ഗ്രോ ആവുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് നമ്മൾ പ്രോപ്പർ ഡയറ്റും അതേപോലെ സ്ലീപ്പും ഉണ്ടാകുമ്പോഴാണ് മസിൽ ഗ്രോ ആവുള്ളൂ, മസിൽ ബിൽഡ് ആവുള്ളൂ. ഒരിക്കലും നമ്മൾ ജിമ്മിൽ പോയി മാത്രം വർക്കൗട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് മസിൽ ബിൽഡ് ആവില്ല. കുറെ ആൾക്കാർ സംശയ, എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. ഇപ്പൊ വേറൊരു ആഡും നമ്മളിപ്പോ ഒരു വെയിറ്റിനെ പറ്റി ഇപ്പൊ പറയാം. ഇപ്പൊ എന്റെ ഫോണിൽ ഇപ്പൊ ആഡ് വന്നിട്ടുണ്ടോ, ചിലപ്പോ എങ്ങനെ വെയിറ്റ് കുറയ്ക്കുക, ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിന്റെ വന്നിട്ടുണ്ടോ, ഇഷ്ടം ഇങ്ങനെ ഉണ്ടാവും. ലൈക്ക് ഒരു മന്ത് കൊണ്ട് ഞാൻ എനിക്ക് ഒരു 20 കിലോ കുറച്ചുതരാം, ഒരാഴ്ചയിൽ എനിക്ക് 10 കിലോ കുറച്ചുതരാം, അങ്ങനെ ഇഷ്ടം പോലെ എന്താ പറയാ ആഡുകൾ നമ്മള് കാണുന്നുണ്ട്. ഇൻഫ്ലുവൻസർ ഈ ഡയറ്റ് ചെയ്താൽ മതി, ആ ഡയറ്റ് ചെയ്താൽ മതി. അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, നമ്മളൊരു ക്ലിനിക്കിലൊരു പേഷ്യന്റ് വന്നതാണ്. ലൈക്ക് ആ പേഷ്യന്റ് പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അവള് ഇതേപോലെ ഇങ്ങനെ യൂട്യൂബിൽ എന്തോ ഒരു വീഡിയോ കണ്ടിട്ടാ തോന്നുന്നു, എനിക്കറിയില്ല. ബട്ട് ഇറഗുലർ ആയിട്ട് ഡയറ്റ് എന്ന് വെച്ചാൽ ഫുഡൊന്നും കഴിക്കാണ്ട് പ്രോപ്പർ ഡയറ്റ് ചെയ്ത് അപ്പൊ ഇത്ര വീക്സിന്റെ ഉള്ളിൽ അവൾ ഇത്ര വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ അവൾക്ക് ഉണ്ടായ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൈക്ക് വെർണിക്കേസ് എൻസെഫലോപ്പതി എന്നാ പറയാം. ആ അസുഖം എന്ന് പറയുന്നത് ലൈക്ക് നമ്മളെ ബ്രെയിനിൽ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. ആ പെണ്ണ് ആകെ കൺഫ്യൂസ്ഡ് ആയി, അതേപോലെ ഡിസിനസ് വന്നു, ലൈക്ക് ആകെ മൊത്തത്തിൽ വോമിറ്റിങ്ങും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ സ്ത്രീക്ക് വന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും അങ്ങനെ ഒരു 10 കിലോ 20 കിലോ ഒരാഴ്ച 2 ആഴ്ച കുറക്കാൻ പറ്റൂല. അത് കുറക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളെ ബോഡീനെ നിങ്ങൾ കേടെടുത്താണ്, ഹാർംഫുൾ വേ ആണത്. അപ്പൊ സയന്റിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ വീക്ക്ലി അറൌണ്ട് 1 kgs, ഞാൻ പറയാം നോർമലി ഒരു 1 kgs, മന്ത്ലി മാക്സിമം പോയാൽ ഒരു 4 to 5 kgs മാത്രമേ മാക്സിമം ഞാൻ പറയാം നിങ്ങൾക്ക് കുറക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യാൻ പ്രോപ്പർ വേ കുറക്കാൻ പാടുള്ളൂ. റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ബേസിക്കലി അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അവര് കോച്ചായിട്ട് അവർ ക്ലയൻസിനെ കിട്ടുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ക്ലയൻസിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഫേക്ക് നാറ്റീവ് ട്രാൻസ്ഫോർമേഷൻ എന്നാ പറയുന്നത്. വെച്ചാൽ അവർ നാച്ചുറൽ ആണ്, സ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റെറോയിഡ്സ് എൻഹാൻസ്മെന്റ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാന്ന് സ്വയം ആൾക്കാരെ ലൈക്ക് കാണിച്ച് എങ്ങനെയെങ്കിലും അവരെ ക്ലയൻസ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ലൈക്ക് ഇഷ്ടം പോലെ അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമ്മളെ നാട്ടിലാണെങ്കിലും, ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് അവര് ക്ലെയിം ചെയ്യുന്നത് അവർ നാച്ചുറൽ ആണ്, പക്ഷെ അവർ നാച്ചുറൽ അല്ല. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും, അവർ ആൾക്കാർക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരിക്കലും ഞാൻ പറയാ, ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം സംഭവം ശരിയാണ്, അവര് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് പോകാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ, പക്ഷെ
ഇത്രയും ഇതല്ലേ ഇത് പറഞ്ഞത് സിഗരറ്റ് വലിച്ചതിന് ഇത് പറഞ്ഞില്ലേ പണ്ട് ഇങ്ങനെ ലൈക്ക് നമ്മള് ഇങ്ങനെ എൻഹാൻസ്മെന്റ് കാര്യം ഡ്രഗ്സിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ ലൈക്ക് അങ്ങനത്തെ ട്രെയിനർ ആളെ പേര് ഞാൻ പറയുന്നില്ല ട്രെയിനറോട് ചോദിച്ചപ്പോ ട്രെയിനർ പറഞ്ഞ സംഭവം വെച്ചാൽ നിങ്ങള് ലൈക്ക് എല്ലാരും സിഗരറ്റ് വലിക്കുന്നുണ്ടല്ലോ അതിപ്പോ എല്ലാവർക്കും അറിയാം സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണ് പക്ഷെ അതേപോലെ തന്നെ ഉള്ളൂ നിങ്ങള് ഒരു ജസ്റ്റ് ഒന്ന് സൂചി കുത്തിയാൽ മതി നിങ്ങളിപ്പോ ഇങ്ങനെ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് 2 മാസം കൊണ്ട് നിങ്ങൾ ഈ 2 കൊല്ലടിക്കുന്ന സാധനം 2 മാസം കൊണ്ട് കിട്ടും എന്നൊക്കെയാണ് അവരെ ഒരു പറ്റിക്കപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ലൈക്ക് നമ്മള് ശരിക്കും എനിക്ക് അവനെ പോലെ ആവണം അവര് എന്ത് ചെയ്യും നല്ല പ്രോപ്പർ ലൈറ്റിങ്ങിലും അതേപോലെ നല്ല രീതിയിലൊക്കെ ആയിരിക്കും അവര് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് എന്താ അതേപോലെ ബോഡി ആയാല് അതാണെങ്കിൽ ഫുള്ള് പക്കാ പമ്പായി നല്ല വർക്കൗട്ട് ഒക്കെ അതേപോലെ എഡിറ്റിംഗ് ഉണ്ട് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എഡിറ്റിംഗ് ഉണ്ട് അപ്പൊ എഡിറ്റ് എല്ലാവരും ഞാൻ പറയുന്നില്ല അപ്പൊ ആൾക്കാർ വിചാരിക്കും ഞാൻ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ പറയുന്ന ഒരിക്കലല്ല അങ്ങനെ നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഓക്കെ ഞാന് ഇങ്ങനത്തെ ഈ ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇതേപോലെ ആൾക്കാരെ പറ്റിക്കപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അതാണ് നമ്മളെ ഇന്നത്തെ മെയിൻ വിഷയം നമ്മൾ പറയുന്നത് ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് ലൈക്ക് നമ്മൾ കുറെ ഇൻഫ്ലുവൻസറിന്റെ ഒരു മെയിൻ ചർച്ചയാണ് ഇപ്പൊ ഫുൾ ആൾക്കാർ ഇൻഫ്ലുവൻസർ ആവാന്നുള്ളതാണ് അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കുഴി പോയി പെടാതെ ലൈക്ക് കുറെ പ്രൊമോഷൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും ലൈക്ക് ഇപ്പൊ എല്ലാവരും ട്രാൻസ്ഫോം ആയി ഇങ്ങനെയായിരിക്കും നിങ്ങളോട് 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് 100 വട്ടം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാള് അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം അത് യൂസ് ചെയ്ത ഒരാള് എന്ത് ചെയ്യുക അയാളുടെ അടുത്ത് റിവ്യൂ എടുക്കുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് റിവ്യൂ എടുക്കുക ഇപ്പൊ സ്കിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും സ്കിൻ ഒരേ പോകില്ല പ്രോപ്പർ ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുക വെറുതെ നിങ്ങളെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് സോ പറയാനുള്ള കാര്യം വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മളെ മെയിൻ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞത് ഇതേപോലെ തന്നെ മിത്സ് ബേസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഫിറ്റ്നസ് റിലേറ്റഡ് കോണ്ടന്റ് അതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിലും പ്ലീസ് കമന്റ് ഡൗൺ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ കാരണം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് നിങ്ങൾ എല്ലാവരും സോ എന്ത് സംശയമാണ് നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ഡു സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച്